വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗങ്ങളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളുമൊഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കയ്യിലുള്ളത് എത്ര ചെറുതായാലും അത് യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ അനുഗ്രഹിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കുന്നു. വിശപ്പുള്ളവരോടുള്ള കരുണയും പങ്കുവയ്ക്കുവാനുള്ള മനസ്സും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളമാണ്. പ്രാർത്ഥന. ഈശോയെ, എൻ്റെ കയ്യിലുള്ള ചെറിയതെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. ആമീൻ.